എന്നാൽ ഇത് ഒരുപാട് കൂടിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ ഒരു കൗൺസിലറിന്റെയോ മനഃശാസ്ത്രജ്ഞരെ കുറിച്ചോ സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. കൂട്ടുകാരോടും കുടുംബത്തോടും തുറന്ന് സംസാരിക്കുന്നത് പോലും പലപ്പോഴും മനസ്സിലെ വലിയ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. പ്രണയം നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. പകയും പ്രതികാരവും ഒരിക്കലും നല്ല വഴിയല്ല. അത്തരം ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, സമൂഹത്തെയും ദോഷകരമായി ബാധിക്കും. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും സമാധാനപരമായ വഴികളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമ്മൾ പഠിക്കണം. തായ്ലാന്റിൽ നടന്ന ഈ ദുരന്തം പോലെ പ്രണയത്തിലെ പക കാരണം കേരളത്തിലും സമാനമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തകൾ നമ്മളെ ഓരോരുത്തരെയും ഒരുപാട് വേദനിപ്പിച്ചവയാണ്. പ്രണയം നിരസിച്ചതിനോ ബന്ധം വേർപ്പെടുത്തിയതിനോ ഉള്ള പക കാരണം പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച ഭീകരമായ സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആ പെൺകുട്ടികളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ക്രൂരതകളാണ്. മുൻ കാമുകിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച സംഭവങ്ങളും വെടിവെച്ച സംഭവങ്ങളും വരെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രണയം നിരസിച്ചതിലുള്ള ദേഷ്യമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് വഴിവെക്കുന്നത്.